വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൽവാറിൻ്റെ ഫ്രണ്ടിൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ഡിസൈൻ വരക്കുന്നത് നോക്കാം. ഞാനൊരു പേപ്പറിൽ വരച്ച് കാണിക്കാം. ഇപ്പം യോക്ക് പോർഷനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ രണ്ട് ലൈൻ പാരലായിട്ട് വരക്കാം. ഈ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സും അതിൻ്റെ ഒരു സ്റ്റെമ്മുമാണ് ഉള്ളത്. അപ്പോൾ അത് 3 ഹൈറ്റിലാണ് നമ്മൾ ഫ്ലവേഴ്സ് വരക്കുന്നത്. ഏറ്റവും വലിയ ഫ്ലവർ 1, പിന്നെ അതിനേക്കാളും താഴെ 2, അതിനേക്കാളും താഴെ 3, അങ്ങനെ 3 ലെവലിലാണ് ഫ്ലവേഴ്സ് വരക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ എല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെയാണ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സെൻറ്ററിലുള്ള ബീഡ്സിൻ്റെ എണ്ണത്തിലാണ് ഡിഫറൻസ് ഉള്ളത്. ഈ സെക്കൻഡ് ഫ്ലവറിന് ഒരു ബീഡും അതിൻ്റെ ചുറ്റും 6 ബീഡ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ചെറുതാണെങ്കിൽ ഒറ്റ സിംഗിൾ ബീഡ്. പിന്നെ ഏറ്റവും വലിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു 6 എണ്ണമുള്ള ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറമെ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ പാറ്റേൺ ഞാനൊരു ചോക്ക് യൂസ് ചെയ്തിട്ട് ഡ്രസ്സിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബീഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹാഷ് കളറിലുള്ള ബീഡാണ്, മെറ്റാലിക് ഫിനിഷാണ്. നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിലേക്ക് ഈ ബീഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും വലിയ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ എപ്പോഴും ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം പോരാ, 2 or 3 തവണ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചെടുക്കാം. എന്നിട്ട് ത്രെഡ് ഒന്ന് കെട്ടിയും കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും 6 ബീഡ് കോർത്തെടുക്കണം. ഈ ഒരു സർക്കിളായിട്ട് നിൽക്കാൻ എത്ര ബീഡ് വേണോ അത്രയും ബീഡാണ് കോർത്തെടുക്കേണ്ടത്. ഇവിടെ ഞാൻ 6 ബീഡ്സാണ് കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നീഡിൽ താഴേക്ക് ഇറക്കുന്നു. ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എല്ലാ പോയിൻറ്റ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഓരോ ബീഡിൻ്റെ ഇടയ്ക്കും സ്റ്റിച്ച് ചെയ്ത് അതിനെ ഉറപ്പിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കി വെക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ലെയറും കൂടെ കൊടുക്കാം. അപ്പോൾ അത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. 11 ബീഡ്സാണ് കോർത്തെടുത്തിട്ടുള്ളത്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നീഡിൽ താഴേക്ക് എടുത്തിട്ട് ഓരോ ബീഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ചുറ്റും കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മെറ്റീരിയലിൻ്റെ സെയിം കളറിലുള്ള സ്റ്റോണാണ്, വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലുള്ളത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെറ്റലിൻ്റെ പോയിൻറ്റ്സിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റോണ് വല്ല നീഡിലോ അങ്ങനെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്റ്റോണിൻ്റെ ചുറ്റും സർദോസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സർദോസി മെറ്റീരിയൽ ഇത്രയും ഞാൻ വാങ്ങിച്ചത് 20 രൂപയ്ക്കാണ്. അപ്പോൾ ഇതൊരു മെറ്റാലിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൽ കൂടെ നമുക്ക് നേരിയ നീഡിൽ യൂസ് ചെയ്തിട്ട് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പെറ്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ ചുറ്റും ഇങ്ങനെ കവർ ചെയ്തിരിക്കാൻ എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് ആ ലെങ്ത്തിൽ സർദോസി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് ഇതാ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗോൾഡൻ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ ത്രെഡ് ചില സമയത്തെല്ലാം വളരെ തിന്നായിട്ടുള്ളതായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും. പക്ഷേ ഇത് വേറെ നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡാണ്. ഇനി നമുക്ക് സർദോസി ഇതുപോലെ നീഡിൽ വെച്ചിട്ട് കോർത്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വലിക്കണം, അല്ലെങ്കിൽ ആ സർദോസി തന്നെ വലിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെ നീഡിൽ താഴേക്ക് ഇറക്കുക. പതിയെ നീഡിൽ വലിച്ചു കഴിഞ്ഞാൽ സർദോസി ഇതുപോലെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ എൻഡിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാ സ്റ്റോണിനും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സ്റ്റോണിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് 2 ബീഡും നേരത്തെ യൂസ് ചെയ്ത 2 ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ബീഡ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇവിടെ ഞാൻ ഷുഗർ ബീഡ്സും സെയിം കളറിലുള്ളത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫില്ലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ ബീഡിൻ്റെ ലെയറും കൂടെ ആ സെൻറ്ററിലുള്ള പോർഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഷുഗർ ബീഡ് മെറ്റാലിക് ഫിനിഷുള്ള ആഷ് കളർ ഷുഗർ ബീഡാണ്. അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാല പോലെ കോർത്തെടുത്തിട്ട് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ടാമത്തെ ഫ്ലവറിന് ഫസ്റ്റ് ഫ്ലവറിനേക്കാളും സെൻറ്ററിലുള്ള ആ ബീഡിൻ്റെ ലെയറിന് ഒരു ലെയർ കുറവുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്കിനി സ്റ്റെം സ്റ്റിച്ച് ചെയ്യാം. ഷുഗർ ബീഡ്സ് സ്റ്റെമ്മിൻ്റെ ലെങ്ത്തിൽ കോർത്തെടുക്കാം. ആ താഴെയുള്ള ലൈനിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര ബീഡ്സ് വേണോ അത്രയും ബീഡ്സ് കോർത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3rd ഹൈറ്റുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിൽ ആ സ്റ്റെം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെൻറ്ററിൽ ഒരൊറ്റ ബീഡ് മാത്രമാണ് കൊടുക്കുന്നത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ. ഇത് 3 പെറ്റൽസ് മാത്രമുള്ള ഒരു ഫ്ലവറാണ് കൊടുക്കുന്നത്. ഇനി ലീഫ് പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ ബീഡ്, ഒരു വലിയ ബീഡ്, ഒരു ഷുഗർ ബീഡ്. ഈ ഒരു ഫ്ലവറിന് 3 പെറ്റൽസ് ആണ് കൊടുക്കുന്നത് മുകളിലായിട്ട്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് ഫ്രെയിം മാറ്റി ഫിറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്ലവർ നമുക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആ ഫസ്റ്റ് ഫ്ലവർ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഹാഫ് പോർഷൻ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഡിസൈൻ ആകുമ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് പോർഷനും ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്ന അത്ര ചെയ്യാം. ബാക്കിയുള്ളത് ഫ്രെയിം ഇല്ലാതെ ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും. അവിടെയും ഒരു ഫ്ലവർ മിസ്സാവും. ബാക്കിയുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫ്രെയിം മാറ്റി ഫിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫ്രെയിം വെച്ചിട്ട് പറ്റാവുന്ന അത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഫ്രെയിം അഴിച്ചെടുക്കാം. അപ്പോൾ 2 ഫ്ലവേഴ്സ് ഇതിൽ മിസ്സിംഗ് ആണ്. ഈ ഒരു പോർഷനിലൊരു ഫ്ലവർ, ഇവിടെ ഒരു ഹാഫ് ഫ്ലവർ. അപ്പോൾ അത് നമുക്ക് ഫ്രെയിം ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രെയിം ഇല്ലാതെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെയ്യുന്ന വർക്കുകൾക്ക് എപ്പോഴും താഴെ ഒരു പേപ്പറിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഫ്രെയിം ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പോർഷനും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ആൻറ്റീക്ക് ലുക്കുള്ള വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.